CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളം തുറക്കുളം മത്സ്യമാർക്കറ്റിലെ കവർച്ച. സംയുക്ത ട്രേഡ് യൂണിയൻ ഓഫീസിൽ ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ KG സുരേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും തൃശൂരിൽ നിന്നുള്ള ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. മഴുവഞ്ചേരിയിൽ മിനി ബസും വാനും കൂട്ടിയിടിച്ച് അപകടം. അയ്യപ്പ ഭക്തരുൾപ്പെടെ 6 പേർക്ക് പരിക്ക്. തിങ്കളാഴ്ച പുലർച്ചെ 12:15 അപകടം. വേലൂർ ഗ്രാമകം നാടകോത്സവം 2024 സംഘാടക സമിതി രൂപീകരണ യോഗം ഗ്രാമകം കൾച്ചറൽ അക്കാദമി ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ 11 ദിവസം നീണ്ടുനിൽക്കുന്ന മഹാരുദ്രയജ്ഞത്തിന് തുടക്കമായി. യജ്ഞശാലയിൽ അഗ്നി പകർന്നതോടെയാണ് ഭക്തിനിർഭരമായ ചടങ്ങുകൾക്ക് തുടക്കമായത്. ഗുരുവായൂർ ചൊവ്വല്ലൂർപ്പടിയിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. താമരയൂർ മാമ്പുഴ വീട്ടിൽ ആദിത്, അനഘ, കണ്ടാണശ്ശേരി വട്ടംപറമ്പിൽ വസന്തൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ജനസാഗരത്താൽ പുതുവത്സരത്തെ വരവേറ്റ് ചാവക്കാട് ബീച്ച് ഫെസ്റ്റിവലിന് സമാപനം. ചാവക്കാട് നഗരസഭയും ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൌൺസിലും സംയുക്തമായാണ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചത്. കേരള പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറിയായിരിക്കെ അകാലത്തിൽ പൊലിഞ്ഞ AC ആനന്ദിന്റെ 3ാം ചരമവാർഷികം സംഘടിപ്പിച്ചു. ചടങ്ങിൽ നിർധനരായ രോഗികൾക്ക് ഡയാലിസിസ് കിറ്റ് വിതരണം ചെയ്തു. പുനേർകുളം പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ അണ്ടത്തോട് LP സ്കൂൾ നിർമ്മാണ ശിലാസ്ഥാപന ചടങ്ങിൽ നിന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, PTA പ്രസിഡന്റ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, നിലവിലെ സ്കൂൾ പ്രവർത്തിക്കുന്ന സ്ഥലത്തെ വാർഡ് മെമ്പർ എന്നിവർ പങ്കെടുത്തില്ല. മാന്യമായ പരിഗണന നൽകിയില്ലെന്ന് ആക്ഷേപിച്ചാണ് വിട്ടുനിന്നത്. ചാലിശ്ശേരി പഞ്ചായത്ത് അങ്ങാടിയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. പടിഞ്ഞാറേപ്പള്ളിക്ക് സമീപവും ഹൈസ്കൂൾ റോഡിലുമായാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. പ്രവാസി ഭാരതിയും NRI കൌൺസിൽ ഓഫ് ഇന്ത്യയും ചേർന്ന് പ്രവാസി ഭാരതീയ ഡേയുടെ ഭാഗമായി നൽകുന്ന 22ാമത് സാഹിത്യരത്ന പുരസ്കാരത്തിന് ഗിന്നസ് സത്താർ ആദൂർ അർഹനായി. 2 വർഷം മുൻപ് തുടങ്ങിവെച്ച ചിറക്കൽ കാട്ടുകാമ്പാൽ റോഡ് പണിയുടെ ദുരിതാവസ്ഥ പരിഹരിക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. മുണ്ടത്തിക്കോട് പഞ്ചായത്ത് കളിമൺ വ്യവസായ സഹകരണ സംഘം വാർഷിക പൊതുയോഗം DVLP സ്കൂളിൽ ചേർന്നു. പ്രസിഡന്റ് രാജു മാരാത്ത് അധ്യക്ഷത വഹിച്ചു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളിയുടെ കീഴിലുള്ള ജെറൂസലേം സെന്റ് ജോൺസ് ചാപ്പലിലെ മാർ യോഹന്നാൻ മംദാനയുടെ ഓർമ്മ പെരുന്നാളിന് വികാരി ഫാദർ ജോൺ ഐസക് കൊടിയേറ്റി. ജനുവരി 5, 6 തീയതികളിലാണ് പെരുന്നാൾ ആഘോഷം. മാനവികതയും ജനാധിപത്യബോധവും മതേതരത്വവുമുള്ള തലമുറയായി കുട്ടികൾ വളരണമെങ്കിൽ സർക്കാർ സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കണമെന്ന് NK അക്ബർ MLA. അണ്ടത്തോട് ഗവൺമെന്റ് LP സ്കൂളിന് വേണ്ടി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം MLA നിർവഹിച്ചു. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ കമ്പിടി തിരുനാളിന്റെ ആഘോഷങ്ങൾ വ്യത്യസ്തത നിറഞ്ഞതാണെന്ന് ചാവക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KR രവീന്ദ്രൻ. കമ്പിടി തിരുനാളിന്റെ ഭാഗമായി നടന്ന സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. കിഴക്കാളൂർ വിശുദ്ധ മറിയം ത്രേസ്യ ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി. ജനുവരി 5, 6, 7 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി അത്ലറ്റിക് മീറ്റിൽ സ്വർണ്ണ മെഡൽ നേടിയ KH സാലിഹയ്ക്ക് ജന്മനാടിന്റെ സ്വീകരണം. വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ രോഗികൾക്ക് സൗജന്യ ഉച്ചഭക്ഷണ വിതരണത്തിന് തുടക്കമായി. ആശുപത്രിയിലെ ജനറൽ വാർഡുകളിൽ അഡ്മിറ്റായി ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്കാണ് സൗജന്യമായി ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിക്ക് തുടക്കമായത്. തൃശൂർ ജില്ലാ കോൺഗ്രസ് മഹിളാ സേവാദൾ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സേവാദൾ 100ാം ജന്മദിനാഘോഷവും അമ്മമാർക്ക് സ്നേഹോപഹാര വിതരണവും കുന്നംകുളം ബദനി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. പുന്നയൂർക്കുളം പരൂരിൽ വീട്ടുപറമ്പിൽ നിന്നും അണലിയെ പിടികൂടി. കല്ലമ്പറയിൽ മുഹമ്മദ് കുട്ടിയുടെ വീട്ടിൽ നിന്നാണ് അണലിയെ പിടികൂടിയത്. പഴയകാല ഓർമ്മകൾ പങ്കിട്ട് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വേറിട്ടതായി. തൃശൂർ കോർപ്പറേഷന്റെ സഹകരണത്തോടെ ലയൺസ് 318D നടത്തുന്ന മന്ന എന്ന വിശപ്പുരഹിത നഗരം പദ്ധതിയുടെ ഭാഗമായി ലയൺസ് ക്ലബ് ഓഫ് കാണിപ്പയ്യൂരിന്റെ നേതൃത്വത്തിൽ അന്നദാനം നടത്തി. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ജനുവരി 22-ന് അയോധ്യയിൽ നടക്കുന്ന ശ്രീരാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയോട് മുന്നോടിയായി ഭാരതത്തിലെ മുഴുവൻ വീടുകളിലേക്കും അക്ഷതം എത്തിക്കുന്നതിന്റെ ഭാഗമായി കുന്നംകുളം ഖണ്ഡിന്റെ നേതൃത്വത്തിൽ അക്ഷത വിതരണം നടത്തി. കുന്നംകുളം ആനായിക്കൽ തോന്നിയാങ്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിലെ ശ്രീമദ് നാരായണീയ സങ്കീർത്തന ഉത്സവം ആറാട്ടോടെ സമാപിച്ചു. ആറാട്ടിന് യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പെരിങ്ങര കേശവൻ നമ്പൂതിരി നേതൃത്വം നൽകി. AKTA കുന്നംകുളം ഏരിയ ചെമ്മന്തിട്ട യൂണിറ്റ് കൺവെൻഷൻ പഴുന്നാന NH ഹാളിൽ നടന്നു. സംഘടനാ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായ MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ആനായിക്കൽ തോന്നിയങ്കാവ് ക്ഷേത്രത്തിൽ 19ാമത് ശ്രീമദ് നാരായണീയ സങ്കീർത്തന ഉത്സവത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവരം നടന്നു.
കാണിപ്പയ്യൂർ കാണിശങ്കരപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട രുക്മിണി സ്വയംവരം എഴുന്നള്ളിപ്പിന് യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പെരിങ്ങര കേശവൻ നമ്പൂതിരി നേതൃത്വം നൽകി. ഹയർ സെക്കൻഡറി +2 തുല്യതാ കോഴ്സിന്റെ 7ാം ബാച്ചിന്റെ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷം കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ നടന്നു. സിനിമാ സീരിയൽ താരവും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ മുനാവർ ഉമർ ഉദ്ഘാടനം ചെയ്തു. NSSന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് സമന്വയം 2023 പുറ്റേക്കര സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾക്ക് തെങ്ങുകയറ്റ പരിശീലനം നൽകി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.